വ്യക്തമാണ്. ശ്രീ സന്ദീപ് സേനൻ, ഇപ്പോൾ എമ്പുരാൻ നൽകുന്ന ആവേശമുണ്ട് എല്ലാവർക്കും, പക്ഷേ ആത്മവിശ്വാസം അത് ഈ 365 ദിവസവും അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസമൊന്നും മറ്റ് സിനിമകളുടെ കാര്യത്തിൽ ആർക്കും ഉണ്ടാകുന്നില്ല. അതിനൊരുപാട് കാര്യങ്ങൾ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു. പക്ഷേ അതിനോടൊപ്പം ഏറ്റവും ഗൗരവമുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ളത് പറയുമ്പോൾ അവിടെ ഈ സൂചനാ പണിമുടക്ക് വേണമോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണ് എന്നുള്ളത് അതെന്തുകൊണ്ടാണെന്നും ഇവിടെ അതിഥികൾ സൂചിപ്പിക്കേണ്ടായി. താങ്കൾ പലപ്പോഴും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഗൗരവമുള്ള പല ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്, പക്ഷേ ക്രിയാത്മകമായി ഇനിയും കൂടുതൽ ഇടപെടൽ വേണമെന്ന് പറയുന്ന വ്യക്തി കൂടിയാണ്. ഈ ഒരു വിഷയം കൂടുതൽ വ്യക്തമാകാൻ, അതായത് കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ, സിനിമാ മേഖലയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരമാകാൻ കാലങ്ങളായുള്ള ചർച്ചകളാണ്. എങ്ങനെയുള്ള ഇടപെടലാണ് വേണ്ടത്? എന്താണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, നേരത്തെ വിജയകുമാറേട്ടൻ സൂചിപ്പിച്ച പോലെ തന്നെ 365 ദിവസവും നമുക്കൊരു എമ്പുരാനെ പ്രതീക്ഷിക്കാൻ കഴിയില്ല. നമുക്ക് അത്തരം സിനിമകൾ വരിക, ഇപ്പൊ എമ്പുരാൻ പോലെ ഇത്രയും പ്രീ ബുക്കിംഗ് ഉള്ള പ്രീ റിലീസ് സെയിൽ വന്ന ഒരു സിനിമ സംഭവിച്ചിട്ടില്ല. അപ്പൊ അത് തിയേറ്ററുകാർക്കും ഒരു ആശ്വാസമാണ്. ഇറങ്ങുന്നതിന് മുമ്പേ ഇത്രയും കാശ് സിനിമയിലേക്ക് ഒരു സിനിമയുടെ പ്രീ ബുക്കിംഗ് ആയിട്ട് വരിക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. ചില സിനിമകൾ ചെറിയ സിനിമകളാണ്. നമ്മുടെ ഈ വളരെ ശുഷ്കിച്ച ഒരു ഇൻഡസ്ട്രിയാണ്, നമ്മുടെ വളരെ ചെറിയ ഇൻഡസ്ട്രിയാണ്. നേരത്തെ വിജയകൃഷ്ണൻ സാർ പറഞ്ഞ പോലെ ഞങ്ങൾ ദുർബലമാണ് പല പല ഇതിലും. കാരണം വെച്ചാൽ ഒരു വളരെ ചെറിയ മാർക്കറ്റുള്ള ഒരു ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം എന്ന് പറയുന്നത്. അപ്പം അതിനകത്തു നിന്നും ഒരു വർഷം 200 സിനിമകൾ റിലീസ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ 200-ൽ പരം സിനിമകൾ റിലീസ് ചെയ്യപ്പെടുന്നു. അതിൽ ഏകദേശം 52 ആഴ്ചകൾ ഉള്ളതെടുത്താണ് ഞങ്ങൾ 200 സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പൊ പ്രേക്ഷകർക്കും ഈ പറയുന്നത് പോലെ സപ്ലൈ ഇസ് മോർ. അപ്പൊ അത് ഡിമാൻഡ് നാച്ചുറലി കുറയും. അത് ഒരു ഒരു ബേസിക് എക്കണോമിക്സ് ആണ്. അത് തന്നെയാണ് OTT പ്ലാറ്റ്ഫോംസിനും. അവർ നോക്കുമ്പോൾ 200 സിനിമകൾ മലയാള സിനിമയിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അവർക്ക് ഒരു വർഷം ആവശ്യം ചിലപ്പോൾ 20 സിനിമകളോ 30 സിനിമ 20 സിനിമകളോ ആയിരിക്കാം ഒരു പ്ലാറ്റ്ഫോമിന് ആവശ്യം. എങ്ങനെ പോയാലും കറങ്ങി തിരിഞ്ഞ് 50 സിനിമകൾക്ക് മുകളിൽ അവർക്കും ആവശ്യമില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ വിൽക്കാനായിട്ട് 150 സിനിമകളുണ്ട്. ഈ 150 സിനിമകളിൽ ഓടുന്നത് ഏകദേശം, അല്ലെങ്കിൽ 200 സിനിമകളിൽ ഓടുന്നത് ഏകദേശം 25-ഓ 30-ഓ സിനിമകളാണ് മാക്സിമം. നമ്മൾ അതിനെ കുറച്ചും കൂടെ എന്താ പറയാ, പ്രതീക്ഷ വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 50 മുതൽ 75 സിനിമകൾ വരെ നമുക്ക് ക്വാളിറ്റി സിനിമകൾ നിർമ്മിക്കപ്പെടാവുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം. അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ പ്രേക്ഷകനും കൺഫ്യൂസ്ഡ് ആവുകയാണ്. നമുക്കിവിടെ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നു, സപ്ലൈ കൂടുകയും ചെയ്യുന്നു. അപ്പം ഈ ഇൻഡസ്ട്രി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നേരത്തെ ഞങ്ങള് ചന്ദ്രശേഖരൻ സാർ പറയുന്ന കേട്ട്, ഞങ്ങൾ ഈ സിനിമകൾ നിർമ്മിക്കപ്പെടുന്നതിന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഫോർമുലയില്ല സർ. ഞങ്ങൾ നിർമ്മിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ചിലത് വഴി തെളിച്ചു വരുന്ന ജോണറുകളാണ്. അല്ലെങ്കിൽ ഇന്നത്തെ പ്രേക്ഷകർ കാണുന്നതെന്ന് പറയുന്നത് 13 മുതൽ 30 വയസ്സിനകത്തുള്ളവരാണ് ഏറ്റവും വൈബ്രന്റ് ആയി പോയി സിനിമ കാണുന്നവര്. പണ്ട് സ്ത്രീകൾ സിനിമയ്ക്ക് കയറുകയാണെങ്കിൽ പടം ഹിറ്റാണെന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഫാമിലീസ്, ഒരു അടിപ്പടമാണെങ്കിലും ഫാമിലി ഹിറ്റ് എന്ന് എഴുതി വെച്ച് പ്രേക്ഷകരെ അകത്ത് കയറ്റാനായിട്ട് പോസ്റ്ററുകൾ അടിക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് ആ കാലഘട്ടം മാറി വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കാലോചിതമായിട്ട് നമുക്കിപ്പോ പ്രത്യേകിച്ച് ഒരു ഫോർമുലയുടെ പുറകിൽ ആരും പോകുന്നില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ ചില സിനിമകൾ നന്നായി വരുമ്പോൾ, ഇപ്പൊ കുറച്ച് വയലൻസിന് പ്രാധാന്യമുള്ള സിനിമകൾ ഇപ്പൊ ഓഫ് ലൈറ്റ് വരുന്നു. അപ്പൊ വയലൻസ് ഉള്ള കുറെ സിനിമകൾ പ്രേക്ഷകർ സ്വീകരിക്കുന്നു എന്ന് കണ്ട് അത്തരം സിനിമകൾ നിർമ്മിക്കപ്പെടുന്നു. നാളെ ചിലപ്പോൾ അത് ഒരു ത്രില്ലർ അല്ലെങ്കിൽ ഒരു സീരിയൽ കില്ലിംഗ് ക്രൈം ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകുമ്പോൾ നാച്ചുറലി ആൾക്കാർ അതിന്റെ പുറകെ പോകും. സോ ഇത്തരം സിനിമകൾ വരുന്നതൊക്കെ ഞങ്ങൾക്ക് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് നല്ല സിനിമകൾ, നല്ല കണ്ടന്റുകൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചാണ് ഓരോ നിർമ്മാതാക്കളും ഓരോ സിനിമകളും നിർമ്മിക്കുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ അമിത ഭാരം എന്ന് പറയുന്നത് അത് ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് അതിനകത്ത് കാണേണ്ടത്. ഒന്ന്, സിനിമകളുടെ എണ്ണം കുറയുന്നത് നല്ലതാണ് ഒരു തരത്തിൽ. രണ്ട്, ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് സർക്കാരുമായി സംസാരിച്ച് ഇത്തരം ഡബിൾ ടാക്സേഷൻ, ഈ എന്റർടൈൻമെന്റ് ടാക്സ് എന്ന് പറയുന്നത് ട്രിപ്പിൾ ടാക്സേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പുറത്ത് ഇപ്പോൾ ഞങ്ങൾക്കുള്ള അമിത ഭാരം എന്ന് പറയുന്നത്. അതായത് എന്റർടൈൻമെന്റ് ടാക്സ്, GST ഒന്നുണ്ട്, അതിന് പുറത്ത് എന്റർടൈൻമെന്റ് ടാക്സിന്റെ പുറത്തുള്ള GSTയും കൂടി ഞങ്ങൾ കൊടുക്കേണ്ടി വരികയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നിർമ്മാതാവിന് വീട്ടിൽ കൊണ്ടുപോകേണ്ട കാശാണ് ശരിക്കും പറഞ്ഞാൽ എന്റർടൈൻമെന്റ് ടാക്സ് ആയിട്ട് സർക്കാർ വാങ്ങുന്നത്. മറിച്ച് സർക്കാർ അതിന്റെ ഭാഗത്തുനിന്ന് ഒരു സബ്സിഡി ആയിട്ട് തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇന്ന് കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന സബ്സിഡി കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൊതിയാവും. കാരണം വെച്ചാൽ UP പോലെയും ബീഹാർ പോലെയും കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കൊടുക്കുന്ന സബ്സിഡി
സിനിമയോട് കാണിക്കുന്ന ഒരു ഒരു കുറച്ചും കൂടെ ഒരു അനുകമ്പ കാണിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങളിലൊക്കെ ആ, ഒരു അതായത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയുകയാണെങ്കിൽ അവർക്ക് ഈ ഇത്തരം ഫംഗ്ഷനുകളിൽ പങ്കെടുക്കാനും അവാർഡ് നിശകളിൽ പങ്കെടുക്കാനും അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഇൻവെസ്റ്റ് കേരള പോലെയുള്ള ഫംഗ്ഷനുകളിൽ പങ്കെടുക്കാനായിട്ട് ആർട്ടിസ്റ്റുകളും അവരുടെ വീഡിയോകളും അവരുടെ പ്രോജക്ട്സിന് അവരുടെ കുറെ എന്താ പറയുക സ്കീമുകൾക്കും ഒക്കെ വീഡിയോയിൽ പറയാനും ഒക്കെ മാത്രം സിനിമാ നടന്മാരെ മതി. മറിച്ച് ഈ നടന്മാരെ ഉണ്ടാകുന്നത് ഇത്തരം നിർമ്മാതാക്കൾ കാശ് മുടക്കുമ്പോഴുണ്ടാകുന്ന സിനിമകളിൽ നിന്നാണെന്നുള്ള യാഥാർത്ഥ്യം അവര് പാടെ മറന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പം ഇത് ഞങ്ങൾക്ക് ഇപ്പൊ ടാക്സേഷന്റെ പ്രശ്നം, ഞങ്ങൾ ഒരു സ്ഥലം ഷൂട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്കുണ്ടാവുന്ന ഇപ്പൊ ഫോറസ്റ്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ ചില ആശുപത്രികൾ ഷൂട്ട് ചെയ്യുന്നതിന്റെ പുറത്ത് ഒരു സിനിമയ്ക്ക് ഒരു വിവാദം ഉണ്ടായെന്ന് പറഞ്ഞൊരു ഓർഡർ ഇറക്കുകയാണ്. അതെ, ഇത്രയും കാലം ആശുപത്രിയിൽ ഷൂട്ട് ചെയ്തപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. ഏതോ ഒരു സിനിമയ്ക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് ആരോ ഒരു കംപ്ലൈന്റ് കൊടുത്തു, ഇനി ആശുപത്രി ഷൂട്ട് ചെയ്യണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എല്ലാവരും മനുഷ്യത്വപരമായിട്ട് മാത്രമാണ് ചിന്തിക്കുന്നത്. അപ്പൊ അതിനായിട്ട് അമിതമായിട്ടുള്ള ഫീസ്, അപ്പൊ ഫീസിന് ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ഫിക്സ് ചെയ്യുക, എന്നിട്ട് ഇതിനൊരു നോഡൽ ഏജൻസി ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഒരു ഇപ്പൊ KSFTC പോലെ ഒരു സിംഗിൾ വിൻഡോ ഇത് ചെയ്യാൻ പറ്റും സംവിധാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 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 ഏജൻസി വഴി മുഖേന ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പാകത്തിന് റോഡ് ഷൂട്ട് ചെയ്യാനാണെങ്കിലും ഇതിനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സബ്സിഡി ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഒരു സിനിമ ചെയ്യുമ്പോൾ അന്യഭാഷാ സിനിമകൾ ഇവിടെ വരുമ്പോൾ ഇവിടുന്ന് ഒരു അന്യഭാഷാ സിനിമ, അതായത് മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷയിൽ നിന്ന് ഒരു സിനിമ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ അവര് ടാക്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവിടുന്ന് ഇവരെ വരുമ്പോൾ ഇവർക്ക് ടാക്സ് ചെയ്യണമെങ്കിൽ ടാക്സ് ചെയ്യാം, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. കാരണം വെച്ചാൽ ഞങ്ങളുടെ ഭാഷയിലുള്ള സിനിമകളാണ് ആദ്യം പ്രാഥമികമായിട്ട് ഞങ്ങൾക്ക് നിർമ്മിക്കപ്പെടേണ്ടതും അതിനുള്ള വരുമാനം നിർമ്മാതാക്കൾക്ക് കിട്ടേണ്ടതും. നല്ല നിർമ്മാതാക്കൾക്ക് ആ, സിനിമയിൽ നിന്നും കാശ് തിരിച്ചു കിട്ടിയാൽ മാത്രമാണ് നല്ല സിനിമകൾ വീണ്ടും വീണ്ടും നിർമ്മിക്കപ്പെടുക എന്നുള്ളത്. അപ്പൊ സർക്കാർ 30% ഇതിനകത്ത് കൊണ്ടുപോകുമ്പോൾ എവിടെയാണ് വ്യക്തമാണ്. ഞങ്ങൾക്ക് ഇതുകൊണ്ടുള്ള ഒരു തിരിച്ചു കിട്ടി ഞങ്ങൾ പുനർനിർമ്മിക്കാനായിട്ടുള്ള ഒരു ഒരു അവസരം കൂടി ഒരു നിർമ്മാതാവിന് ഉണ്ടാവണ്ടേ? ഒരു സിനിമ നിർമ്മിക്കുന്ന ആൾക്ക് അടുത്തടുത്ത സിനിമകൾ നിർമ്മിക്കണമെങ്കിൽ